ഉണ്ടായിരുന്നൊരു പോലീസിന്റെ ഏകോപനം പ്രവർത്തനങ്ങളെല്ലാം. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷമുണ്ട്. കാരണം ഇത് കേരള പോലീസിൻ്റെ ഒരു വിജയമാണ്. കാരണം കഴിഞ്ഞ ഒരു 20 ദിവസമായിട്ട് ബഹുമാനപ്പെട്ട DGPയും IGP ADGP എല്ലാവരുടെ നേതൃത്വത്തിൽ ഇത് ഈ ആട്ടുകാൽ പൊങ്കാലവുമായി ബന്ധപ്പെട്ട ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റ്സ് കുറിച്ച് പല ലെവലിൽ മീറ്റിംഗ് നടത്തുകയും പ്ലാൻ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതാണ്. അതുകൂടാതെ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ കുറേ മീറ്റിങ്സ് മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏകോപിച്ചുകൊണ്ടുള്ള മീറ്റിങ്സ് ഉണ്ടായിരുന്നത്. ജില്ലാ ഭരണകൂടത്വം മീറ്റിംഗ് വച്ചിരുന്നത്. അങ്ങനെ കാരണം ഇത് പോലീസ് മാത്രം വിചാരിച്ചാൽ ഒറ്റയ്ക്ക് നടത്തുന്ന കാര്യമല്ല. ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനം വേണം, ഫയർഫോഴ്സിൻ്റെ സേവനം വേണം, വോളണ്ടിയേഴ്സ്മാരുടെ സേവനം വേണം. ഏറ്റവും പ്രത്യേകിച്ച് ട്രസ്റ്റീസാണ്. ഈ ആട്ടുകാൽ ഭഗവതി ക്ഷേത്രത്തിന് ട്രസ്റ്റീസിൻ്റെ സേവനം ആണ് വലുത്. കാരണം അവർ ഒരുപാട് കാര്യങ്ങൾ അവരാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും സംയുക്തമായിട്ട് ഒത്തൊരുമിച്ച് വന്നിട്ട് നല്ല കോർഡിനേറ്റ് ചെയ്തിട്ട് പോയാലേ വേറെ പ്രശ്നങ്ങളില്ലാതെ പോകും. അപ്പോൾ ഈ തവണ എല്ലാവരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷനും കോർഡിനേഷനും ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് നന്നായിട്ട് നടത്തി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരും ഏകദേശം 14,000 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ കഴിഞ്ഞ 1-ാം തീയതി വൈകുന്നേരം മുതൽ ഇപ്പോൾ വരെ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ 23-ാം തീയതി മുതൽ 4-ാം തീയതി വരെ തന്നെ നമുക്ക് വേറെ ഒരു പ്രത്യേക ബന്ദോബസ്ത് സ്കീം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുൾ ടൈം ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ റൗണ്ട് 24/7 കൺട്രോൾ റൂം രൂപീകരിച്ച് മോണിറ്റർ ചെയ്തു വരികയാണ്. ക്യാമറാസിൻ്റെ എണ്ണവും ഈ തവണ കൂട്ടിയിരുന്നു. നമ്മൾ ഏകദേശം 300 ക്യാമറ അടുത്ത് ടെമ്പിളിനകത്തും പുറത്തും ഔട്ടർ ഏരിയാസ്, ട്രാഫിക്, പാർക്കിംഗ് ഏരിയാസിലെല്ലാം നമ്മൾ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ നിരീക്ഷിച്ച് വന്നതാണ്. വാച്ച് ടവർ വെച്ചിട്ട് നമ്മൾ ഈ തിക്കും തിരക്കെല്ലാം നിരീക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ ചെയിൻ സ്നാച്ചിങ് കൂടുന്ന സമയമാണ് ഈ ക്രൗഡിനകത്ത്. അപ്പോൾ അതെല്ലാം നിരീക്ഷിക്കാനായിട്ട് മഫ്റ്റിയിൽ നമ്മൾ കുറേ പോലീസ് ഉദ്യോഗസ്ഥരെ ഇട്ടിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ക്രൈം അറിഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരെ നമ്മൾ സേവനം ലഭിച്ചിരുന്നത്. അപ്പോൾ ഇവരെല്ലാം ഇങ്ങനെ മഫ്റ്റിയിൽ ഇട്ടത് കൊണ്ട് കുറേ ഇതുവരെ വേറെ ഒരു അനാസ്ഥ സംഭവങ്ങളും ഒന്നും റിപ്പോർട്ടായിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യുന്നത് ഈ വന്ന ഭക്തജനങ്ങളെല്ലാം തൊഴുതിട്ട് ഈ ഉച്ചയ്ക്ക് ശേഷം 2:15 തെളിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് എല്ലാവരും പോവാൻ തുടങ്ങും. അപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും മറ്റേ KSRTC ബസ് സ്റ്റാൻഡ് ഈ ഏരിയാസ് എല്ലാം നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം അവിടെ നല്ല ക്രൗഡ് ഉണ്ടാവുന്നത് കൊണ്ട് അവിടെ ട്രാഫിക് അറേഞ്ച്മെൻറ്റ്സും എല്ലാം റെഗുലേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേക പോലീസ് സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുമുള്ള മാക്സിമം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഭക്തജനങ്ങൾ സമാധാനമായിട്ട് വന്ന് സന്തോഷത്തോടു കൂടി തൊഴുതിട്ട് പോവുക. ആ ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു ബന്ദോബസ്ത് സ്കീമാണ്. നന്നായിട്ട് ഇതുവരെ പോയിട്ടുണ്ട്. ഓരോ വർഷവും അഭൂതപൂർവമായ തിരക്കാണ്. ഓരോ വർഷം കൂടുന്തോറും തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ പോലീസിനെതിരെ ഒന്നാമത് ഭയങ്കരമായ വിമർശനങ്ങൾ ഉയർന്നൊരു സമയമാണ്. പക്ഷേ 24/7 പോലീസുകാർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കാനായി എങ്ങനെയുണ്ട്? ആദ്യമൊക്കെ സാധിച്ചായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ബ്രീഫിംഗ് എല്ലാം കൊടുത്തിരുന്നത്. നമ്മൾ 1-ാം തീയതി തന്നെ ഇവർക്ക് സ്കീമെല്ലാം പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എല്ലാം വെച്ച് എല്ലാ ഉദ്യോഗസ്ഥർക്കും സബ് ഇൻസ്പെക്ടർ മുതൽ SP-മാർ വരെ ഉള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടെ ജോലി എന്താണ്, അവർക്ക് ഡ്യൂട്ടി ഇട്ട സ്ഥലം ഏതാണ്, അവിടെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് നമ്മൾ ബ്രീഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെയുള്ള ഉദ്യോഗസ്ഥർ CPO മുതൽ ASI വരെ ഉള്ള ഉദ്യോഗസ്ഥർക്കും നമ്മൾ പ്രത്യേകിച്ച് ബ്രീഫിംഗ് കൊടുത്തിരുന്നത്. അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥർക്കും നമ്മൾ പ്രത്യേകിച്ച് ബ്രീഫിംഗ് കൊടുത്തു. അവരുടെ ഡ്യൂട്ടി എന്താണ് ബ്രീഫിംഗ് ചെയ്തത് കൊണ്ട് അവർക്ക് ആ ഡ്യൂട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച് അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. തലസ്ഥാനവാസിയല്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. സാറിൻ്റെ ഒരു പേഴ്സണൽ ഒരു പൊങ്കാല അനുഭവങ്ങൾ എങ്ങനെയുണ്ട്? വീട്ടിൽ നിന്ന് ആരെങ്കിലും പൊങ്കാലയുടെ അവിടെ വന്നിട്ടുണ്ടോ? അല്ല, എൻ്റെ വൈഫ് ഇന്ന് വീട്ടിൻ്റെ അടുത്ത് തന്നെ വഴുതക്കാടിലെ എന്താ പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസം. അവിടെ പൊങ്കാല വെച്ചിട്ടുണ്ട്. എന്നെ ഇവിടെ കുട്ടികളെല്ലാം കുറച്ച് ഫീവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ വരില്ല. അപ്പോൾ അവിടെ തന്നെ വയ്ക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കും. അവർ അവിടെ തന്നെ വെച്ചതാണ്. പിന്നെ ഇന്നലെ തൊഴാനായിട്ട് എൻ്റെ ഫാമിലി എല്ലാം വന്നിരുന്നത്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത്. അതൊരു സന്തോഷമായിട്ടുള്ള ഒരു ഫീലാണ്. കാരണം ഇത്ര ലക്ഷക്കണക്കിൽ ഭക്തജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾക്ക് സുരക്ഷാ കർമ്മങ്ങൾ ഏർപ്പെടുത്തുക, അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്ന് പറയുമ്പോൾ അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. പേഴ്സണലി ആൾസോ I am very much satisfied in seeing this.